So next question, calculate appropriate measure of skewness. എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ് ബിലോ 100 തൊട്ടിട്ട് 340 എബോവ് വരെ, എഫ് 10, 16 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ക്ലാസ് ആണ്. പക്ഷെ നമുക്കറിയാം ഇങ്ങനെ തന്നിട്ട് അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് സ്ക്യൂനെസ് നോർമൽ ക്ലാസ് അല്ലാതെ ഈ ബിലോ 100 എബോവ് 100 അങ്ങനെ തരുന്ന ഇൻക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻസ് തരികയാണെങ്കിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് സ്ക്യൂനെസ്സിനെ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും നോർമലി നമ്മൾ ബവൽസ് ആണ് കാണേണ്ടത്. അപ്പം എക്സാമിന് നമ്മളോട് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ചോദിക്കാം, അത് നമുക്കറിയാം, മൊമെന്റ് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യണം. ഇനി വെറുതെ കാൽക്കുലേറ്റ് ദ സ്ക്യൂനെസ് പറയാം. അപ്പം നമുക്ക് ഐദർ കാൾ പിയേഴ്സൺ അല്ലെങ്കിൽ ബവൽസ്, കെല്ലീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ഫോർമുല മാത്രം അറിഞ്ഞിരുന്നാൽ മതി, പ്രോബ്ലംസ് ഇല്ല. ഇനി ചെയ്യാം. ഇനി ചിലത് കാൾ പിയേഴ്സൺ സ്ക്യൂനെസ് കണ്ടുപിടിക്കുക, ബോവൽസ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക, അങ്ങനെ പറയും. അപ്പം നിങ്ങൾ ആ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. പ്രത്യേകിച്ചൊന്നുമില്ല, കാൽക്കുലേറ്റ് അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് സ്ക്യൂനെസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണ്ടുപിടിക്കാം. പക്ഷേ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന് ബിലോ 100 എബോവ് 100 അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് ഇൻക്ലൂസീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്, എന്നിട്ടാണ് അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ബവൽസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഇൻ ദ ഫോം ഓഫ് ഇൻക്ലൂസീവ്, വി ഷുഡ് യൂസ് ബവൽസ്. എക്സ്, അപ്പോൾ നമ്മൾ എക്സ് 0 to 100.5 അങ്ങനെ 100.5 to 130 അങ്ങനെ എടുക്കുക, ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, അതുപോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക. അപ്പം ഇങ്ങനത്തെയുള്ള സീരീസിന് അതിനൊരു കണ്ടിന്യൂസ് സീരീസ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. അപ്പം അത് ഇനി നമ്മൾ Q1 Q3 മീഡിയൻ കണ്ടുപിടിക്കണം. സോ Q1 n/4th ഐറ്റം, സോ 250/4 62.5th ഐറ്റം. അപ്പോൾ 65 എന്നുള്ളത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഇവിടെ 65 തന്നെ ഇൻക്ലൂഡഡ് ആണ്. സോ അതിൻ്റെ ക്വാർട്ടൈൽ ക്ലാസ് 139.5 to 179.5 ആണ്. അപ്പോൾ Q1 L1 + n/4 - CF/F × C നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് Q1ൻ്റെ വാല്യൂ കിട്ടും. നെക്സ്റ്റ് Q3 ആണ്, 3n/4th ഐറ്റം, സോ ദാറ്റ് ഈസ് 187.5th. സോ അതിൻ്റെ ക്വാർട്ടൈൽ, അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 219 ഇൻക്ലൂഡ് ചെയ്യുക. സോ അതിൻ്റെ ക്വാർട്ടൈൽ ക്ലാസ് എന്ന് പറയുന്നത് 259.5 to 299.5. സോ Q3 is L1 + 3n/4 - CF/F × C. സോ നമുക്ക് 272.11 വാല്യൂ കിട്ടും. നെക്സ്റ്റ് മീഡിയൻ ആണ്, n/2th ഐറ്റം. സോ 250/2th ഐറ്റം 125th ഐറ്റം ആണ്. സോ മീഡിയൻ ക്ലാസ് അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കറസ്പോണ്ടിങ് വരുന്നത് 173 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് വരുന്ന ക്വാർട്ടൈൽ മീഡിയൻ ക്ലാസ് 219.5 to 259.5 ആണ്. സോ മീഡിയൻ ഈസ് ഈക്വൽ ടു L1 + n/2 - CF/F × C. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 229.93 എന്ന് നമുക്ക് മീഡിയൻ കിട്ടും. ഇനി J ആണ്. J ഈസ് ഈക്വൽ ടു Q3 + Q1 - 2 മീഡിയൻ /Q3 - Q1. Q1ഉം Q3യും വാല്യൂസ്, മീഡിയൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -0.12 എന്ന് നമുക്ക് കിട്ടും. സോ അതാണ് നെഗറ്റീവ് ആണ്. അപ്പോൾ അവിടെ സ്ക്യൂനെസ് നെഗറ്റീവ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ചില ചെറിയ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഇതിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പോൾ നോക്കൂ, പോയിന്റ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്, മീനും മീഡിയനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ മീൻ മൈനസ് മോഡ് /SD ആണ്. പക്ഷെ നമുക്കിവിടെ മോഡല്ല മീഡിയനാ തന്നിരിക്കണേ. അപ്പം നമ്മൾ അസ്യൂം ചെയ്യും മോഡിൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് അത്തരം സിറ്റുവേഷനിൽ 3 മീൻ മൈനസ് മീഡിയൻ /SD ആണ് ഫോർമുല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. വാല്യൂസ് ഓൾറെഡി എല്ലാം തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ -0.75 എന്ന് കിട്ടും. സോ സ്ക്യൂനെസ് ഇവിടെ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മോഡ് ആൻഡ് മീഡിയൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ J ഈസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് /സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. J നമുക്കറിയാം, മീൻ അറിയാം. സോ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയാം. സോ അതിൽ നിന്ന് നമുക്ക് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
സോ നെക്സ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ 3 മീഡിയൻ മൈനസ് 2 മീനാന്നറിയാം. സോ മോഡ് ഉണ്ട്, മീൻ്റെ വാല്യൂ ഉണ്ട്. സോ അതൊന്ന് നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ നോക്കൂ, കറക്റ്റ് സൈനൊക്കെ കറക്റ്റ് അറിയണേ. ഇപ്പോൾ ഇവിടെ മോഡ് 49.96 ആണ്, 3 മീഡിയൻ മൈനസ് 2 മീൻ 47.2 എന്നാണ്. സോ ഇങ്ങനെ വരും 49.96 ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 94.4. ഈ മൈനസ് ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. സോ ഈസ് ഈക്വൽ ടു 3 മീഡിയൻ എന്ന് വരും. ഇനി 3 ഇവിടെ ഇൻറ്റു ആണ്, നെക്സ്റ്റ് ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ അത് ഡിവിഷൻ ആവും. അപ്പം അങ്ങനെയുള്ള സിമ്പിൾ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം. ഇത്തരം കണക്കുകൾ ചെയ്യണമെങ്കിൽ എളുപ്പമാണ്. നമ്മളെല്ലാവരും 10th ഒക്കെ പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ അതിലൊരു കൺഫ്യൂഷനോ ക്ലാരിറ്റി കുറവോ ഉണ്ടായാൽ ഇത്തരം സിമ്പിൾ പ്രോബ്ലംസ് നമുക്ക് മിസ്സാവും. നെക്സ്റ്റ് മീൻ 50, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ 40, സ്ക്യൂനെസ് ഇസ് മൈനസ് 0.4, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മോഡ് മീഡിയൻ. അപ്പോൾ ജെ എന്ന് പറഞ്ഞാൽ മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പം നമുക്ക് മീനുണ്ട്, ജെയും ഉണ്ട്. അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ് പിന്നെ പറ്റുക. കാരണം ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ തന്നിട്ടുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്താ നമ്മൾ മുമ്പ് പഠിച്ചത്? നമ്മൾ ഡിസ്പേർഷനിൽ പഠിച്ചപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണോ. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ 40 ആണ്. സിഗ്മ നമുക്ക് അറിയില്ല, ഈ സിഗ്മയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എക്സ് ബാർ എന്ന് പറയുന്നത് മീനാണ്, അത് 50 ആണ്, ഇൻറ്റു 100. അപ്പം നമുക്ക് സിഗ്മ കിട്ടും. സിഗ്മ എന്ന് പറയുന്നതാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. അപ്പം നമുക്ക് സിഗ്മ കിട്ടി. അപ്പം നമുക്ക് ജെ ഈസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ബൈ എസ് ഡിയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജെ എന്ന് പറഞ്ഞാൽ മൈനസ് 0.4 ആണ്. സിഗ്മയുണ്ട് 20 കിട്ടി, മീൻ 50 ആണെന്ന് അറിഞ്ഞു. അപ്പോൾ നമുക്ക് മോഡ് 58 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ സൈൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ 20 എന്നുള്ളത് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും. ഇവിടെ ഡിവൈഡ് ചെയ്തത് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായി. അപ്പോൾ -8 ഈസ് ഈക്വൽ ടു 50 മൈനസ് മോഡായി. അപ്പോൾ 15നെ ഈക്വലിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -8 മൈനസ് 50 ഈസ് ഈക്വൽ ടു മൈനസ് മോഡായി. അപ്പോൾ നമുക്ക് -58 ഈസ് ഈക്വൽ ടു മൈനസ് മോഡ് എന്ന് വരും. അപ്പോൾ 2 നെഗറ്റീവ് സൈനും കഴിഞ്ഞാൽ മോഡ് 58 എന്ന് വരും. ഇനി നമുക്കറിയാം മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. അപ്പം മീഡിയൻ ഒഴിച്ച് ബാക്കി എല്ലാ വാല്യൂസും നമുക്കറിയാം. മോഡ് 58 ആണെന്നറിയാം, മീൻ 50 ആണെന്നറിയാം. സോ മീഡിയൻ ഈസ് ഈക്വൽ ടു നമുക്ക് ആ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീഡിയൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ എന്താ തന്നിരിക്കുന്ന ഡേറ്റേനെ ചേരുന്ന ഒരു ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്തെടുക്കുക. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം.